20ഓളം ഭാഷകളിൽ 20,000-ലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79 വയസ്സിലാണ് പൊതുവേദിയിൽ നിന്നും വിരമിച്ചത്. മലയാളികൾക്ക് അതുപോലെ തന്നെ വലിയ ഒരു നഷ്ടമെന്ന് തന്നെ നമുക്കത് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ശീലമാണ്, അതായത് ജാനകിയമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വരമാധുര്യം, അത് മലയാളിയുടെ അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളുടെ, അതായത് പാട്ടുകളെ പ്രണയിക്കുന്ന, പാട്ടുകളിൽ ഒരു ശീലമായി എടുത്ത ആളുകളുണ്ട്. അതായത് ജാനകിയമ്മയുടെ ശബ്ദത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വലിയ നഷ്ടം തന്നെയാണ് ജാനകിയമ്മയുടെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു വേർപാടെന്നുള്ളത്. അതാണ് ഇന്നിപ്പോൾ മലയാള മനോരമയിൽ അടക്കമുള്ള എല്ലാ പത്രങ്ങളിലും അത് തന്നെയാണ് വാർത്തകൾ. ഇപ്പോൾ കേരള കൗമുദി ആയിക്കോട്ടെ, മാതൃഭൂമിയിലായിക്കോട്ടെ, മാഞ്ഞു മഞ്ഞണി പൂനിലാവ്, അതുപോലെ തന്നെ ജാനകിയമ്മയുടെ ശബ്ദം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കുന്ന ഒരു പാട്ടാണ് ആഴക്കടലിൻ്റെ അങ്ങേ കരയിലേക്ക് എന്നുള്ളത്. അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വലിയ വിങ്ങലോടെ തന്നെയാണ് ആ വാർത്താ ലോകം കേട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിമിഷത്തിൻ്റെ വേദനയിൽ ഞാൻ എന്നുള്ളത് 2 ആഴ്ച മുൻപ് എസ് ജാനകിയെ കണ്ട ഗാനരചയിതാവ് BK ഹരിനാരായണൻ എഴുതുന്നു. അതുപോലെ തന്നെ ഒരു ആയുഷ്കാലം പാടി നിറഞ്ഞ ആത്മബന്ധത്തെക്കുറിച്ച് ഗാനഗന്ധർവൻ KJ യേശുദാസ് എഴുതുന്നു. പാടിത്തീരാത്ത ആ സ്നേഹം, അങ്ങനെയുള്ള ഒരു വലിയ നഷ്ടത്തിൻ്റെ വാർത്തയാണ് നമുക്കിന്നുള്ളത്. ആദ്യം അതാണ്, ജാനകിയമ്മ എന്ന വലിയൊരു മഞ്ഞണി പൂനിലാവ് മാഞ്ഞിരിക്കുകയാണ്, ആ ഒരു ശബ്ദമാധുര്യം മാഞ്ഞിരിക്കുകയാണ്. അത് വളരെ സങ്കടകരമായ, അല്ലെങ്കിൽ നമ്മൾ വളരെ ഞെട്ടലോടെ തന്നെ കേട്ട ഒരു വളരെ വിഷമകരമായൊരു വാർത്തയാണെന്നുള്ളതാണ്.